RSS സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിനെ കണ്ട സന്തോഷത്തിലാണ് പന്തളം നഗരസഭയിലെ കൗൺസിലർമാർ. അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ ഭാഗമായി നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കാനായാണ് അദ്ദേഹം പത്തനംതിട്ടയിൽ എത്തിയത്. സംഘചാലകിനോട് സംസാരിക്കാൻ സാധിച്ചത് സമാജ സേവനത്തിനായുള്ള ഊർജം നൽകിയെന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു. രാഷ്ട്രീയ സ്വയംസേവക സംഘം സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് എത്തിയിരിക്കുകയാണ്. ചെറുകോൽപ്പുഴ ഹിന്ദു മത പരിഷത്ത് അത് ദിവസങ്ങളായി നടക്കുന്നുണ്ട്. അതിൽ ഹിന്ദു ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ അദ്ദേഹത്തിന് ഈ വിശ്രമവേളയിൽ അദ്ദേഹത്തെ കാണാൻ അവസരം ലഭിച്ച ജനപ്രതിനിധികളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇവരൊക്കെ തന്നെയും പന്തളം നഗരസഭയിലെ അംഗങ്ങളാണ്. മുൻ ചെയർപേഴ്സൺ സുശീല നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സാധിച്ചു, സംസാരിക്കാൻ സാധിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അനുഭവം? വളരെ സന്തോഷം തോന്നുകയാണ്. കാരണം ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഹിന്ദു ഏകതാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണെങ്കിൽ പോലും ഞങ്ങൾക്ക് പ്രത്യേകം അടുത്ത് നിന്ന് സംസാരിക്കാനും ഞങ്ങൾക്കെല്ലാം അനുഗ്രഹം വാങ്ങിക്കാനും ഒക്കെ സാധിച്ചു. ഭയങ്കര സന്തോഷം തോന്നുകയാണ്. വളരെ സന്തോഷം. നമുക്ക് പ്രവർത്തിക്കാനൊരു ഊർജ്ജം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് എന്നത് തന്നെ വലിയൊരു ഊർജം തന്നെയാണ്. പിന്നെ ഇങ്ങനെ ഒരു അവസരം കൂടെ കിട്ടിയപ്പോൾ അത് വളരെ സന്തോഷമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൈസ് ചെയർപേഴ്സൺ രമ്യ, എന്തായാലും ഇത്രയധികം നിങ്ങൾ എത്ര പേരാണ് ഉണ്ടായിരുന്നത് കാണുവാൻ വേണ്ടിയിട്ട്? 13 പേര്. ഞങ്ങളുടെ ഒരു പുണ്യമായിട്ട് തന്നെയാണ് ഞങ്ങളിത് കാണുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. എങ്ങനെയാണ് അദ്ദേഹം എന്തൊക്കെ സംസാരിച്ചു? ഞങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഫോട്ടോ എടുത്തു. അങ്ങനെ വളരെ സന്തോഷം ഞങ്ങളെ കണ്ടതിൽ എന്ന് അറിയിക്കുകയും ചെയ്തു. തീർച്ചയായും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ചേരുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ പേര് ബിജുകുമാർ. ഞാൻ പന്തളത്ത് മഹാദേവ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഇത് വൈസ് പ്രസിഡൻറ്റ് ശ്രീ വിജയകുമാർ മഞ്ചാടി. ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിനെ കാണാനായിട്ട് എത്തിയത്. അദ്ദേഹത്തിന് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഭാഗമായുള്ള ഒരു ഉപഹാരം നൽകാനായിട്ട് തയ്യാറാക്കി വെച്ചിരുന്നു. അത് നിർദ്ദേശം അനുസരിച്ച് അത് കൊടുക്കാനും അദ്ദേഹത്തിനോട് സംസാരിക്കാനും അദ്ദേഹത്തിനോട് അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയെ പറ്റിയൊക്കെ പറയാനൊക്കെ സാധിച്ചു. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഓരോ ക്ഷേത്രത്തിൽ നിന്നും എത്തിയവരുണ്ട്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളുണ്ട്. അവരൊക്കെ അദ്ദേഹത്തെ കണ്ട സന്തോഷത്തിൽ തന്നെയാണ്, അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റിയ ആ ഒരു സന്തോഷത്തിൽ തന്നെയാണുള്ളത്. എന്തായാലും ഈ ഒരു ഞങ്ങൾക്കാണെങ്കിൽ തൊട്ടടുത്തിന് ഇലക്ഷൻ വരികയാണ്. ആ ഒരു ഇലക്ഷനിൽ കുറേ കൂടെ സജീവമായിട്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു ഊർജം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തെ കണ്ടത് തന്നെ അതൊരു വലിയൊരു ഊർജം തന്നെയാണ്. തീർച്ചയായും അത്തരത്തിലൊരു ഊർജ്ജം പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ എല്ലാ മേഖലയിലുള്ളവർക്കും പകർന്നു നൽകുവാൻ വേണ്ടി ഈ ഒരു യാത്ര സാധിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഈ ചെറുകോൽപ്പുഴയിൽ നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനം അത് തന്നെയായിരിക്കും ഈ ഒരു സംഘം 100ാം വാർഷികത്തിലേക്ക് പോകുമ്പോഴും അദ്ദേഹം ഈ കേരളത്തിലെത്തി ഇതിൻ്റെ ഭാഗമാകുമ്പോൾ അത് കേരളത്തിലെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, സ്വയംസേവകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഊർജ്ജം തന്നെയാണ്. ക്യാമറമാൻ ബിജു പരവൂരിനൊപ്പം എം മനോജ്, ജനം.